ഹായ് ഡാർലിങ്സ്, ഒരു യാത്ര പോവാൻ വീണ്ടും. ഇത്തവണ യാത്ര പോകുന്നതിന് മുന്നേ രാവിലെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഒന്ന് രണ്ട് മൾട്ടിപ്പിൾ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനും എല്ലാമായിട്ട് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദിസ് ഹാപ്പൻഡ് ഓൺ ജൂൺ 5th, അതായത് നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഡേൻ്റെ അന്നായിരുന്നു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദേ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നടക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ, ഷർട്ടിൽ ഒരു സ്ലീവ്ലെസ് ടീഷർട്ട്. ഹിസ് നെയിം ഇസ് അമൽ. അപ്പോൾ ഞങ്ങളീ നിൽക്കുന്നത് പന്തൽ ഡെയിലി കഫേയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒക്കെ ഭാഗത്തുള്ള ഒരു എന്താ പറയുക ഷോപ്സ് നോക്കുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവിടെ ആയിരുന്നു ഞങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേഷൻ. ഇത് മുൻ മേയറാണ് ഇദ്ദേഹം, പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി, സോറി. അപ്പോൾ അദ്ദേഹമാണ് അന്നൊരു മരം നട്ട് എൻവയോൺമെൻറ്റൽ ഡേ ഉദ്ഘാടനം എന്താ പറയുക, നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ശേഷം എന്തിനിവിടെ വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ പന്തലിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ്. ബേയോ എന്നാണ് അവൻ്റെ കമ്പനീൻ്റെ പേര്. ഞങ്ങളുടെ ഗിരിനഗർ ഉണ്ടായിരുന്ന ഓഫീസ് എന്ന് പറയുന്നത് ബേയോൻ്റെ ഓഫീസിൻ്റെ അകത്ത് ചെറിയൊരു സ്പേസ് ഞങ്ങൾക്ക് അവൻ തന്നതായിരുന്നു. അപ്പോൾ എന്നും എൻ്റെ 8ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ സുഹൃത്താണ് അവൻ. ഓക്കെ, അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ലൈഫാണ്. അപ്പോൾ അവന് ഈ ഒരു ഷൂട്ടിന് കുറച്ച് മോഡൽസിന് ആവശ്യമുണ്ടായിരുന്നു. ഇത്തവണ നമ്മളുടെ മോഡലായി എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ അനുജമോളാണ്. അപ്പോൾ അനുജമോൾക്ക് കൂട്ടുപോയതാണ് ഞാനും റഹുവും. അനുജമോൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ അവിടെ ഒരു മോറൽ സപ്പോർട്ടും പിന്നെ ഇന്ന് തിന്ന് അവരെ സഹായിക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ. അപ്പം സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഈ ഫുഡ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ആണല്ലോ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും എല്ലാം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കിട്ടിയായിരുന്നു. വളരെ ഹാപ്പി ടമ്മി ആൻഡ് എന്താ പറയുക, ഒരു ഹാപ്പി മൂഡായിട്ടാണ് അന്ന് രാവിലെ തൊട്ട് ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ചെന്ന് വർക്ക് ഫ്രം പന്തലാക്കാം എന്നുള്ള ഒരു മൂഡായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ കുറേ ഫുഡും കഴിച്ചു, കുറേ ടേസ്റ്റും ചെയ്തു. അവൻ ആക്ച്വലി വ്ളോഗിൽ പെടുന്ന താല്പര്യമില്ലായിരുന്നു, പക്ഷെ അവൻ അറിഞ്ഞില്ല ഇത് വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് മിഥുൻ ഉണ്ട് അവിടെ, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. ഇൻ ബിറ്റ്വീൻ എനിക്കാണെങ്കിൽ ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ എൻ്റെ പിരികൊക്കെ ഒരു മാതിരി. അപ്പോൾ ഞാനൊന്ന് ഓടിപ്പോയി ത്രെഡ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ആൻഡ് വി ആർ ഹിയർ ഡൂയിങ് ആർ വർക്ക്സ് അലോങ് വിത്ത് ഇതിൻ്റെ ഈ ഒരു ഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ കൂലങ്കഷമായിട്ടുള്ള ചർച്ച, ഞങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിങ് സെഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഞങ്ങൾക്ക് എടുത്തു തരുന്നത് അമലിൻ്റെ നീസാണ്, ചന്ദന. ഷി വാസ് ഓൾസോ മോഡൽ. ടേബിൾ മാനേഴ്സ്, ഫുഡ് ഷെയർ ചെയ്യണം, വേസ്റ്റ് ആക്കരുത്, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ. എനിക്ക് വേറെ ഇങ്ങനത്തെ എനിക്ക് വേറെ ലൈഫ് സ്കിൽസ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാൽ നല്ല അത് ഉണ്ട് തോന്നുന്നു. അതായത് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമുക്കൊരു ബ്രേക്കപ്പ് വന്നാൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് റിജക്ട് ചെയ്താലും പോയി ആസിഡ് ഒഴിക്കാണ്ട് അതെങ്ങനെ കോപ്പ് ചെയ്യാം. LKG എൻ്റെ കുട്ടി സ്കൂളിൽ ഞാൻ പറഞ്ഞത് LKG ഞാൻ പറഞ്ഞത് സ്കൂളെന്ന് പറയുന്നത് അതെ. സോ ബേസിക്കലി ചർച്ച പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചർച്ച എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ, നമുക്കൊരു സ്കൂൾ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ കാലങ്ങളിലേക്ക് തിരിച്ചു പോയി ഞങ്ങളുടെ ടോക്സിക് ആയിട്ടുണ്ടായിരുന്ന ടീച്ചേഴ്സും എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെയും കൊണ്ടും മറ്റു കുട്ടികളെ കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ഇത്യാദി കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ കൂടെ വന്നവരും എല്ലാവരും അതിൽ പാർട്ടായിരുന്നു എന്നുള്ളതാണ്. ബിക്കോസ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോയിന്റ്സ് പറയുന്നുണ്ടായിരിക്കും, അവരവരുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനിയുള്ള കുട്ടികളുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലാണ്ട് മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയും നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം ടീച്ചേഴ്സും ദ ഹോൾ സ്കൂൾ കമ്മ്യൂണിറ്റി അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടിതിനെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സജഷൻ തരാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ടുന്ന ഫുഡ്. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഷൂട്ട് വർക്ക്. അപ്പം മൾട്ടി ടാസ്കിങ് ആയിരുന്നു എൻ്റെ അവിടുത്തെ പരിപാടി. ഇതാണ് കേട്ടോ നമ്മുടെ ചന്ദനക്കുട്ടി, ക്യൂട്ട് ഗേൾ അല്ലേ. അപ്പോൾ അവളായിരുന്നു ഒക്കെ എടുക്കാൻ പോകുന്നത്. അയ്യോ കിട്ടിയില്ല, ഒന്നുകൂടെ നടന്നിട്ട് വീഴോ എങ്ങനെയാന്ന്
മോഡൽ നമ്പർ 2. മീനവിയൽ നമ്മളുടെ മിഥുൻ്റെയും റഹുവിൻ്റെയും സാറ മോഡൽ ഷൂട്ടൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ചന്ദന ഇതെല്ലാം അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. അതിൽ സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. എനിക്ക് ചെമ്മീൻ അലർജിയാണ്, പക്ഷേ ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഗർ പിന്നെ ഇങ്ങനെ സണ്ണി സൈഡ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള എനിക്ക് മുട്ട വേവാണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനം എന്തായാലും എല്ലാം ടേസ്റ്റ് ചെയ്തു, സന്തോഷമായി. അപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ്. രാവിലെ മൊത്തം സൈക്കോളജിസ്റ്റ്, ഉച്ച കഴിഞ്ഞാൽ ലൈറ്റ് ഗേൾ എന്ന അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനുജ അടുത്ത ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ. അനുജയ്ക്ക് പേസ്ട്രീസാണ് ടേസ്റ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ആ പേസ്ട്രി കഴിക്കുന്നോടം വരെ അവിടെ നിൽക്കാനായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് പോരുന്ന വഴിക്ക് ഒരു ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലും പോകണമായിരുന്നു. ആൻഡ് 6 മണിക്കാണ് ആലുവയിൽ നിന്ന് എനിക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ എന്നെ കാക്ക ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ. അന്നേരം അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റഹും പൈസ മുടക്കി ഒരു പേസ്ട്രി കഴിച്ചു. അടുത്തതായിട്ട് ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അനുജയ്ക്ക് കുറച്ച് മോറൽ സപ്പോർട്ടും അവളുടെ കുറച്ച് കഥകളും എല്ലാം കേട്ടു. ശരിക്കുള്ള അനുജ ആ പെയിന്റിങ്ങിനെ ഒന്ന് ആസ്വദിക്കും. ഞാൻ വിചാരിച്ചു ഞങ്ങളോട് വന്നു. ആ അതായത് പന്തലിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഡേവിഡ് ആർട്ട് ഗാലറി ആ ഹാളിനോട് ചേർന്നിട്ടാണ് പന്തലിൻ്റെ കഫേ വരുന്നത്. ബ്യൂട്ടിഫുൾ പിക്ചേഴ്സാണ്. നമുക്ക് ചെന്ന് നിന്ന് ആസ്വദിച്ച് അതിനെപ്പറ്റിയൊക്കെ വിവരമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ടു നിൽക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്കങ്ങനത്തെ മനസ്സിലാകുന്ന പിക്ചേഴ്സൊക്കെ നോക്കാൻ അറിയുള്ളൂ. മോഡേൺ ആർട്ടൊന്നും എനിക്കറിയില്ല. ശേഷം സ്റ്റുഡിയോയിലും പോയിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. എന്നെ ഇപ്പോൾ കാക്കു ഡ്രോപ്പ് ചെയ്യുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ ആലുവ സ്റ്റേഷനിലാണ്. അവിടെ നിന്നായിരുന്നു എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ ട്രെയിനിൽ ഇത്തിരി സാഹസികമായിട്ടാണ് പോയത് ഗൈസ്. അതായത് എനിക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു, പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് ക്യാൻസലായിപ്പോയി. അപ്പം ഞാൻ എന്നിട്ട് ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ കയറി കൺവേർട്ട് ചെയ്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ എനിക്ക് സ്ലീപ്പറിലോ 3rd AC-ലോ അല്ല 2nd AC-യിലേക്കാണ് എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് അന്ന് ഉറങ്ങാനായിട്ട് പോയി.